ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. വിശുദ്ധ റമളാൻ സത്യവിശ്വാസികൾക്കിടയിൽ സ്നേഹവും അടുപ്പവും സർവോപരി വിട്ടുവീഴ്ചകളും പ്രദാനം ചെയ്യുന്ന ഒരു മാസമാണ്. നമ്മുടെ വിശ്വാസവും ജീവിതക്രമങ്ങളും ചിട്ടപ്പെടുത്തുന്നത് ഖുർആനിൻ്റെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ്. സർവത്തേക്കാളും ഒന്നാം സ്ഥാനം നബിക്ക് നൽകുകയും അംഗീകരിക്കുകയും ചെയ്യുമ്പോഴാണ് ഒരാൾ മുസ്ലിമായി തീരുക. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യകൂന ഹവാഹു തബഅൻ ലിമാ ജിഅ്തു ബിഹി. വളരെ അറിയപ്പെട്ട ഒരു ഹദീസാണ്. നിങ്ങളിലാരും വിശ്വാസിയാവുകയില്ല, നിങ്ങളുടെ ഇച്ഛ, നിങ്ങളുടെ ഇഷ്ടം, നിങ്ങളുടെ താൽപ്പര്യം ഞാൻ കൊണ്ടുവന്ന ചര്യയോട് യോജിക്കാത്തിടത്തോളം കാലം. ബുഖാരി അടക്കമുള്ള പ്രസിദ്ധ ഹദീസ് ഗ്രന്ഥങ്ങളിൽ വന്ന മറ്റൊരു വചനം, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വ ഉൽദിഹി വന്നാസി അജ്മഈൻ. നിങ്ങളിലാരും വിശ്വാസം ഉള്ളവരായി തീരുകയില്ല, നിങ്ങളുടെ മാതാപിതാക്കളും മക്കളും മറ്റ് മുഴുവൻ മനുഷ്യരെക്കാളും കൂടുതൽ എന്നോട് നിങ്ങൾക്ക് ഇഷ്ടം ഉണ്ടാകുന്നതുവരെ നിങ്ങൾ മുഅ്മിനാവുകയില്ല. അപ്പോൾ വിശ്വാസിയായി മാറുന്നതിനുള്ള ഇസ്ലാമിലെ അടിസ്ഥാനപരമായ ഒരു നിബന്ധനയാണ് അള്ളാഹുവിൻ്റെ റസൂലിനോട് പൂർണ്ണമായ മനസ്സോടെ അംഗീകാരം വച്ചു പുലർത്തുക എന്നത്. സൂറ അഹ്സാബ്, അന്നബിയ്യു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. പ്രവാചകൻ അഥവാ നബി വിശ്വാസികളെ സംബന്ധിച്ച് അവരെക്കാളും ഔന്നത്യത്തിലാകുന്നു പ്രവാചകൻ. ഏറ്റവും സ്വീകാര്യനാണ് പ്രവാചകൻ. വ അസ്വാജുഹു ഉമ്മഹാത്തുഹും. മുഴുവൻ വിശ്വാസികൾക്കും നബിയുടെ പത്നിമാർ ഉമ്മമാരായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഉമ്മിൽ മുഅ്മിനീൻ, ഉമ്മഹാത്തുൽ മുഅ്മിനാത്ത് എന്നൊക്കെ അഭിസംബോധന ചെയ്യാൻ കാരണം. കേവലം അവരുടെ പേര് പറയുകയല്ല, അതിനോടൊപ്പം ഈ സവിശേഷ നാമം ചേർക്കും. ആയിഷ ഉമ്മുൽ മുഅ്മിനീൻ അലൈഹിർ റഹ്മ, ഉമ്മു ഹബീബ ഉമ്മുൽ മുഅ്മിനീൻ എന്നിങ്ങനെ ചേർത്ത് പറയും. വ ഉലുൽ അർഹാമി ബഅ്ലുഹും ഔലാ ബി ബഅ്ലിൻ ഫീ കിതാബില്ല. അള്ളാഹുവിൻ്റെ നിയമത്തിൽ രക്തബന്ധുക്കൾ അന്യോന്യം ഏറ്റവും അടുത്തവരും അവകാശമുള്ളവരുമാണ്. രക്തബന്ധുക്കൾ ഇസ്ലാമിൽ ആദ്യകാലത്ത് അള്ളാഹുവിൻ്റെ റസൂല് മദീനയിൽ വന്നപ്പോൾ മുസ്ലിമുകൾക്കിടയിൽ അവരുടെ ഐക്യം രൂപപ്പെടുന്നത് അങ്ങനെയാണ്. അവരൊറ്റ ഉമ്മത്താണ്, ഒരേ ലക്ഷ്യമാണ്, ഒരേ മനസ്സാണ്, ഒരേ ജീവിതമാണ്. അങ്ങനെ ഒരവസ്ഥയിലേക്ക് അവരെ കൊണ്ട് എത്തിച്ചത് എല്ലാ രണ്ട് ആളുകളെ പരസ്പരം സാഹോദര്യത്തിൽ
അള്ളാഹുവിൻ്റെ റസൂല് പ്രഖ്യാപിച്ചത് നിമിത്തമാണ്. അപ്പം അതിനു മുൻപ് അവർ ഒരു നാട്ടുകാരോ ഒരു ഭാഷക്കാരോ ഒരു കുടുംബക്കാരോ അല്ല. പലരുടെയും പിതാക്കൾ പോലും ആരാണെന്നറിയില്ല. കാരണം അവർ അടിമ കമ്പോളത്തിൽ നിന്ന് വാങ്ങി സ്വതന്ത്രരാക്കിയവരാണ് പല അടിമകളും. പിന്നെ എല്ലാ ഉയർന്ന ഗോത്രങ്ങളും താഴ്ന്ന ഗോത്രങ്ങളൊക്കെ അതിനകത്തുണ്ട്. അവർ പരസ്പരം വൈരികളുമായിരുന്നു. പക്ഷേ റസൂലുള്ള ചെയ്തത് ഓരോരുത്തരുടെയും പേര് വിളിച്ചിട്ട് അടുത്തയാളുടെ പേര് പറയും. നിങ്ങൾ സഹോദരങ്ങളാകുന്നു. ആ ദൃഢമായ ബന്ധം, ഹൃദയ ഐക്യം, മനസ്സിൻ്റെ പൊരുത്തം എത്രത്തോളം എത്തിച്ചു എന്ന് ചോദിച്ചാൽ, അതിലൊരാൾ മരിച്ചാൽ അദ്ദേഹത്തിൻ്റെ സമ്പത്ത്, അതിൽ ഒരു വിഹിതം അവകാശം ഈ സ്നേഹിതൻ സഹോദരന് നൽകപ്പെട്ടു പോന്നിരുന്നു. ഇനിയും എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് അനന്തരാവകാശ നിയമം ഇറങ്ങുന്നത്. അതുവരെയും ഈ സാഹോദര്യ ബന്ധത്തിൽ അനന്തരാവകാശം, സമ്പത്തിൻ്റെ ഓഹരി ലഭിക്കുവാനും മാത്രം ഈ ബന്ധം സുദൃഢമായിരുന്നു എന്നർത്ഥം. അങ്ങനെയാണ് അള്ളാഹുവിൻ്റെ റസൂൽ ഒരു സമൂഹത്തെ രൂപപ്പെടുത്തിയത്. അപ്പോൾ നിങ്ങൾ ബന്ധുക്കൾ, അള്ളാഹുവിൻ്റെ കിതാബിൽ ഓരോരുത്തരും മറ്റുള്ളവരെ അപേക്ഷിച്ച് ഉയർന്നവരാണ്, ഔന്നത്യമുടയവരാണ്, ദൃഢമായ ബന്ധം പരസ്പരം ഊട്ടിയുറപ്പിക്കപ്പെട്ടവരാണ്. ഇപ്പം ഈ നോമ്പിൻ്റെ പ്രതിഫലം പറഞ്ഞ ഹദീസുകളൊക്കെ നമ്മൾ കാണുന്ന ഒന്നുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ കുത്തിബ അലൈക്കുമുസ്സിയാം, വിശ്വാസികളെ നിങ്ങൾക്ക് നോമ്പ് നിയമമാക്കപ്പെട്ടതാണ്. കിതാബാക്കപ്പെട്ട ഒന്നാണ് നോമ്പ് എന്നത്. നമസ്കാരവും കിതാബാക്കപ്പെട്ടതാണ്. ഇന്നസ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത്ത, സമയം നിർണയിച്ച് നിയമമായി ചുമതലപ്പെടുത്തിയതാണ് നമസ്കാരം. നോമ്പും അതെ. നോമ്പിൻ്റെ പ്രതിഫലം പറഞ്ഞപ്പോൾ നോമ്പ് എനിക്കുള്ളതാണ്. അസ്സൗമു ലീ, നോമ്പ് എനിക്കുള്ളതാണ്. അത് അതീവ സ്വകാര്യതയിൽ ഹൃദയത്തിൽ രൂപപ്പെട്ട ഒരു നിയ്യത്താണ് നോമ്പിൻ്റെ അസ്ഥിവാരം. അള്ളാഹുവിൻ്റെ വജ്ഹേ അതിൻ്റെ പിന്നിൽ ലക്ഷ്യമുള്ളൂ. അവൻ്റെ പ്രതിഫലമാണ് ആഗ്രഹിക്കുക. അതുകൊണ്ട് തന്നെ നോമ്പിൻ്റെ പ്രതിഫലം സ്വർഗമാണ്. പക്ഷേ സ്വർഗം തടയപ്പെടുന്നതിനൊരു കാരണമുണ്ട്. ഈ നോമ്പ് 30 നോമ്പ് പിടിച്ചിട്ടും 35 എണ്ണം പിടിച്ചിട്ടും അള്ളാഹു സ്വർഗം തടയും. എപ്പോഴാണ് സ്വർഗം തടയുക? ലാ തദ്ഖുലിൽ ജന്നത്ത ഖാത്തിഉൻ, ബുഖാരിയിലും മുസ്ലിമിലും വന്ന ഒരു ഹദീസ്. അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞു, കുടുംബ ബന്ധം മുറിച്ചവൻ ഒരിക്കലും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. അപ്പോൾ സ്വർഗം അവന് തടയപ്പെടുന്നത് കുടുംബബന്ധം മുറിക്കുമ്പോഴാണ്. കുടുംബ ബന്ധം ഉള്ള ആളുകൾ ഒരേ മതത്തിൽപ്പെട്ടതല്ലെങ്കിലോ, മാതാപിതാക്കൾ, സഹോദരന്മാർ, സഹോദരികൾ, ഉമ്മയൊത്ത സഹോദരീ സഹോദരന്മാർ, വാപ്പയൊത്ത സഹോദരീ സഹോദരന്മാർ, ഇവരൊക്കെ ഒരു മതമായിക്കൊള്ളണമെന്നില്ലല്ലോ, പ്രത്യേകിച്ച് നബിയുടെ കാലത്ത്. അപ്പോൾ അതിനൊരു നിർദ്ദേശം ഖുർആൻ പറഞ്ഞത് ജീവിതകാലം മുഴുവനും അവരോട് നല്ല നിലയിൽ സഹവർത്തിക്കുക എന്നതത്രേ. അതാണ് കുടുംബബന്ധം ചേർക്കൽ. നല്ല സഹവർത്തിത്വത്തിന് മതം തടസ്സമല്ല. അവിടെ ഈ ആരാധനാലയങ്ങളുടെ ഭിന്നത തടസ്സമല്ല. നല്ല സഹവർത്തിത്വം വേണം. അതാണ് കുടുംബബന്ധമുള്ള ആളുകളുമായിട്ട്. ഇനി അള്ളാഹുവിൻ്റെ റസൂൽ ഉണർത്തിയ ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം, കുടുംബബന്ധം ഈ അർശാണല്ലോ യഥാർത്ഥത്തിൽ ലോക നിയന്ത്രണത്തിൻ്റെ നിയാമക കേന്ദ്രം. ഈ മഹാപ്രപഞ്ചം നമ്മുടെ ഒന്നും മനസ്സിൽ വിചാരിക്കാൻ പോലും കഴിയില്ല. അത്ര അത്ഭുതങ്ങൾ നിറഞ്ഞ അത്ഭുത പ്രതിഭാസമാണ് ഈ പ്രപഞ്ചം.
ഈ പ്രപഞ്ചത്തിൻ്റെ നിയന്ത്രണം, അത് നിയന്ത്രിക്കുന്നതും രൂപപ്പെടുത്തുന്നതും ചലിപ്പിക്കുന്നതും എല്ലാം വ്യവസ്ഥ ചെയ്യുന്നത് അർശ് മുഖേനയാണ്. കുടുംബബന്ധം അർശിനോടാണ് അല്ലാഹു ബന്ധിപ്പിച്ചത്. കുടുംബബന്ധം, റഹിം എന്ന ഈ രക്തബന്ധം, കുടുംബബന്ധം അർശിനോട് ബന്ധിപ്പിച്ചിരിക്കുന്നു. മൻ ഖത്തഅനി ഖത്തഅഹുല്ലാ, എന്നെ മുറിച്ചവനെ അല്ലാഹു മുറിക്കുന്നതാണ്. മൻ വസലനി വസലഹുല്ലാ, എന്നെ ചേർത്തവന്, എന്നോട് ഈ കുടുംബബന്ധത്തെ ചേർത്തല്ലോ, അത് ചേർത്ത് നിർത്തിയവന് അല്ലാഹുവും അവനെ ചേർത്ത് നിർത്തും. അതുകൊണ്ട് ഈ റമളാൻ നമ്മുടെ മനസ്സിനെ കുറച്ചുകൂടി ധാർഷ്ട്യതയിൽ നിന്ന് മോചിപ്പിക്കണം. നമുക്ക് ചില അഹങ്കാരങ്ങളും ധാർഷ്ട്യതയും, ഞാൻ ആരെന്ന് അറിയുമോ, അവൻ ഇങ്ങോട്ട് വരട്ടെ എന്നൊക്കെയാണല്ലോ നമ്മൾ ചിന്തിക്കുന്നത്. ആ ചിന്തയിൽ നിന്ന് നമ്മൾ ഒഴിവായാൽ മതി. അപ്പോൾ ഈ മഹത്തായ റമളാനിൻ്റെ പ്രതിഫലം മരണാനന്തര ജീവിതത്തിൽ ഉറപ്പിക്കാൻ കഴിയും. അത്തരം ഒരു സാധ്യതയ്ക്ക് വേണ്ടി റമളാനിനെ നിങ്ങൾ വേണ്ടുവോളം ഉപയോഗിക്കുക. അല്ലാഹു നാം ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് ആളുകൾ എല്ലാ ദിവസവും ദുആ കൊണ്ട് പറയാറുണ്ട്, ദുആ ചെയ്യണം, ദുആ ചെയ്യണം. ദുആ സ്വീകരിക്കപ്പെടുന്നതിൻ്റെ ഒരു മാനദണ്ഡം മുൻപ് ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. ഓരോരുത്തരും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നാണ്. ഇമാം തുർമുദി ഉദ്ധരിച്ച ഒരു ഹദീസാണ് അതിൻ്റെ തെളിവ്. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞത്, ആ ദുആ അള്ളാഹു സ്വീകരിക്കും. അവൻ ആർക്ക് വേണ്ടി, എന്തിനു വേണ്ടിയാണോ പ്രാർത്ഥിച്ചത് അത് അള്ളാഹു നൽകുന്നതോടൊപ്പം പ്രാർത്ഥിച്ച വ്യക്തിക്ക് എന്താണോ നൽകേണ്ടത് അത് പടച്ചവൻ സ്വീകരിച്ച് ദുആയുടെ ഉത്തരമായി നൽകുന്നതാണ്. അതുകൊണ്ട് എല്ലാവരും പ്രാർത്ഥന വളരെ ഹൃദയ വിശാലതയോടെ ആയിരിക്കാൻ ശ്രമിക്കുക.